ബ്രോ ഇനി നോ റോപ്പ് നോ ഡീപ്പ് ഒക്കെ ആരാണ് ശരിക്കും ബ്രോ ഫിലിം മേക്കിംഗ് ഇൻസ്പിറേഷൻ ഡയറക്ഷനിലൊക്കെ? എനിക്ക് ഇൻസ്പിറേഷൻ വെച്ച് പറഞ്ഞാൽ ഒന്ന് മണിസാർ. അല്ല അടുത്ത സിനിമകളിൽ വരോട് അതൊക്കെ നമ്മൾ ഡ്യൂപ്പ് ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. റോപ്പ് ചില സീക്വൻസിൽ യൂസ് ചെയ്തില്ല. എല്ലാത്തിലും ഇപ്പൊ ഞാൻ അറിയാതെ ചാടി കയറി റോപ്പിലേക്ക് കയറി. അപ്പോൾ മണിസാറെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു സംവിധായകന്റെ രീതിയിൽ എനിക്ക് താല്പര്യം വരുന്നത് ശങ്കർ സാറാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സൺ ടി വിയിൽ 4 മണിക്കൊരു പടമിടും. എൻ്റെ വീട് സൺ ടി വി ആണല്ലോ, സൂര്യ ടി വി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞായറാഴ്ച 4 മണിക്ക് സൺ ടി വിയിൽ ഒരു സിനിമ ഇടും. എൻ്റെ കുടുംബം മൊത്തം ഞായറാഴ്ച 4 മണിക്ക് നേരത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് കാണാനിരിക്കുന്നത് 2 സംവിധായകരുടെ പടത്തിനാണ്. ഒന്ന് വിക്രമൻ സാറ്, അത് ഈ പറയുന്ന ഫാമിലി, പിന്നൊന്ന് ശങ്കർ സാറിൻ്റെ പടങ്ങൾ. സോ അന്ന് പുള്ളി ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഹൈലി ടെക്നിക്കലി ഹൈലി കൊമേഴ്ഷ്യലി എല്ലാവർക്കും കണക്ട് ആവുന്ന സിനിമ. അത് എനിക്ക് തോന്നുന്നു ഇന്നും ഓക്കെ, ഇന്ന് പടങ്ങൾ പൊളിഞ്ഞു. ഇന്നത്തെ പുതിയ 2K പിള്ളേർക്കൊക്കെ ശങ്കർ സാറെ കുറിച്ച് ഒരുപക്ഷെ അറിയില്ല. ഒരുപക്ഷെ അവർ കാണുന്നത് നേരിട്ട് അവരുടെ ഗെയിം ചേഞ്ചറും ഇന്ത്യൻ 2 ആയിരിക്കാം. എന്താണ് പുള്ളി എഴുതി വെച്ച ചരിത്രം എന്നുള്ള അറിയില്ല. സോ അന്ന് സ്റ്റാർട്ടിങ്ങിൽ പുള്ളിയുടെ പടങ്ങൾ ഭയങ്കരമായിട്ട്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് പുതിയൊരു കാര്യമാണ്. ഇപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ പുള്ളി പറയുന്നു, പക്ഷെ പുള്ളി പറയുന്നത് ചായക്കടക്കാരനും വർക്കാവും, ആ ഹോട്ടൽ നടത്തുന്ന മുതലാളിക്കും വർക്കാവും. അപ്പോൾ ഈ കണക്ഷൻ ഇല്ലേ, ഇത് കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഇന്ന് പലർക്കും പറ്റാത്ത കാര്യമാണ്. ഒന്നിലേ നമുക്ക് ഇതിലോട്ട് പോകാം, ഇവരെ മാത്രം തൃപ്തിപ്പെടുത്താം, അല്ലെങ്കിൽ അതിലോട്ട് പോകാം. ആസ് എ റൈറ്റർ ഞാനിപ്പോൾ എഴുതുമ്പോൾ നേരിടുന്ന ചാലഞ്ച് ഇതാണ്. പക്ഷെ ശങ്കർ സാർക്ക് അറിയാം ഈ പടമൊക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ട് മാറും. പക്ഷെ അന്ന് തിയേറ്ററിൽ ഓടണം, ലോകം മൊത്തം ഈ സിനിമ സംസാരിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് പുള്ളി എഴുതി. പുള്ളി എന്നെ ഭയങ്കരമായിട്ട് ശങ്കർ ഫിലിം ബ്രഹ്മാണ്ഡം ഇതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് കടന്നു വന്ന് മഗധീരയൊക്കെ സമയത്ത് രാജമൗലി സാർ അവിടെ അതിലോട്ട് പിന്നെ പുള്ളിയുടെ പടം എല്ലാം തിരഞ്ഞുപിടിച്ച് കണ്ടു. അതും എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം മണിസാറുടെ പടങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടം. നായകൻ, ദളപതി, ആ ഗാങ്സ്റ്റർ ഡ്രാമ ബിൽഡ് ചെയ്യുന്നതും ആ റൂട്ടഡ് ആയിട്ടുള്ള ആ ടച്ചും, പിന്നെ വെട്രിമാരൻ സാറ് പുള്ളിയുടെ പടങ്ങൾ ഭയങ്കരമായിട്ട് ഒരു സുഖമില്ല. ഇത് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ന്യൂജനിൽ വരുമ്പോൾ കാർത്തിക് സുബ്രാജ് അവരുടെ പടങ്ങൾ, പിന്നെ ലോകേഷ് കനകരാജ് ഭയങ്കരമായിട്ട് ഇതുണ്ടാക്കിയിരുന്നു. അതായത് മാനഗരം, കൈദി ഒക്കെ സമയത്ത് എഴുത്തിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞ കഥയായിരിക്കാം, പക്ഷെ ഇന്നും അത് പറഞ്ഞ് ഹിറ്റാക്കാൻ പറ്റുമെന്ന് പുള്ളി തെളിയിച്ചിരുന്നു.